മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മെയ് 16 ശനി. ആഗോള എണ്ണ വിപണിയിലെ ചാഞ്ചാട്ടമല്ല, ഭരണകൂടവും കോർപ്പറേറ്റുകളും നടത്തുന്ന ചൂതാട്ടമാണ് എണ്ണവില നിയന്ത്രണ ഘടകമെന്ന് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. എണ്ണക്കൊള്ള തന്നെ. ജീവിത ചെലവ് കുറയ്ക്കാൻ ഇന്ധന ഉപഭോഗം കുറച്ചും യാത്ര ഒഴിവാക്കിയുമെല്ലാം ത്യാഗം ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാരോപദേശം വന്നപ്പോൾ തന്നെ അത് എണ്ണവില വർധനയുടെ സൂചനയാണെന്ന് പലരും നിരീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതോടെ ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ CNGക്കും കിലോയ്ക്ക് 2 രൂപ കൂട്ടി. കേരളത്തിൽ ഇനി മുതൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് യഥാക്രമം 109 രൂപയും 97 രൂപയും നൽകേണ്ടി വരും. 4 വർഷത്തിന് ശേഷമാണ് ഇത്രയും വലിയ വർധന. ദിവസങ്ങൾക്ക് മുമ്പ് വാണിജ്യ സിലിണ്ടറിന്റെ നിലയും കുത്തനെ കൂട്ടിയ നടപടികളുടെ തുടർച്ചയായി ഇപ്പോഴത്തെ നീക്കങ്ങളെയും കാണാനാവും. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം വന്നയുടൻ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമുള്ള ജനവിരുദ്ധ നടപടിയെ വഞ്ചനയെന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകവും കൂടുതൽ ശക്തവുമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്ന് ഇടതുപക്ഷം അടക്കമുള്ള പാർട്ടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പലവിധ കാരണങ്ങളാൽ സാമ്പത്തിക അനിശ്ചിതാവസ്ഥയിലുള്ള വിപണിയെ ഈ നീക്കം മന്ദീഭവിപ്പിക്കുകയും വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ആത്യന്തികമായി അത് രാജ്യത്തെ സാധാരണക്കാരെ പട്ടിണിയിലേക്കാവും നയിക്കുക. പശ്ചിമേഷ്യ സംഘർഷത്തെ തുടർന്ന് ആഗോള എണ്ണവിലയിലുണ്ടായ വർധനയാണ് ഇപ്പോൾ ഇന്ധനവില കൂട്ടാൻ കാരണമായി കേന്ദ്ര സർക്കാർ പറയുന്നത്. ആഗോളതലത്തിലുള്ള വിലവർധനയുടെ ആഘാതം ജനങ്ങളെ നേരിട്ട് ബാധിക്കാതിരിക്കാൻ എക്സൈസ് ഡ്യൂട്ടി കുറച്ചും മറ്റും പരമാവധി പിടിച്ചു നിന്നുവെന്നും ഗത്യന്തരമില്ലാതെയാണ് വർധനയ്ക്ക് നിർബന്ധിതമായതെന്നുമാണ് സർക്കാരിന്റെ ന്യായം. ഫെബ്രുവരി 28 ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ US-ഉം ഇസ്രായേലും ഇറാനിൽ വ്യോമാക്രമണം തുടങ്ങിയ നിമിഷം മുതൽ തന്നെ ലോകത്ത് എണ്ണ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. സംയുക്ത സേനയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇറാൻ ഉയർത്തിയ മറുതന്ത്രം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്ക് അടച്ചിടുക എന്നതായിരുന്നു. ആഗോള എണ്ണക്കപ്പൽ ഗതാഗതത്തിന്റെ 5-1 ഹോർമുസ് വഴിയാണ്. അവിടെ നിശ്ചലമായാൽ ഇന്ധന ലഭ്യത ലോകമാകെ കുറയുമെന്നതിൽ സംശയമില്ല. ഇതോടൊപ്പം ഇറാന്റെ പ്രത്യാക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ അവരുടെ എണ്ണയുൽപാദനം നിർത്തിവെക്കുകയും ചെയ്തതോടെ പ്രതിസന്ധിക്ക് ആക്കം കൂടി. ക്രൂഡ് ഓയിൽ വില ബാരലിന് $77 ഉണ്ടായിരുന്നത് $120 വരെയൊക്കെ എത്തി. ഈ ഘട്ടത്തിൽ ലോകത്തെ മിക്ക രാജ്യങ്ങളും എണ്ണവില വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ആവശ്യമായ എണ്ണയുടെ 86% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിൽ ആ സമയം എണ്ണവില വർദ്ധിപ്പിച്ചില്ല എന്നത് നേരാണ്. പകരം പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ 10 രൂപ വരെ കുറച്ച് ആഗോള വിപണിയിലെ വിലവർധന മൂലം എണ്ണക്കമ്പനികൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താനാണ് സർക്കാർ ശ്രമിച്ചത്. മാർച്ച് 8 അത്. അപ്പോൾ എണ്ണവില $110 കവിഞ്ഞിരുന്നു. പിന്നീട് ഇറാൻ US ചർച്ച നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 8 വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ ഏതാണ്ട് ശാന്തമായി തുടങ്ങി. ഗൾഫ് രാജ്യങ്ങൾ ഭാഗികമായി എണ്ണയുൽപാദനം പുനരാരംഭിച്ചുവെങ്കിലും ഹോർമുസിൽ അനിശ്ചിതത്വം തുടർന്നതിനാൽ എണ്ണക്കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായില്ല. എങ്കിലും എണ്ണവില $100 താഴെയെത്തി. ഇപ്പോൾ അത് $105 താഴെയാണ്. മേഖലയിൽ ഇറാനും US-ഉം സമാധാന കരാറിലെത്തുന്ന മുറയ്ക്ക് എണ്ണവില പഴയ നിലയിലേക്ക് തന്നെ താഴാനുള്ള സാധ്യത കൂടുതലാണെന്നിരിക്കെ എണ്ണ കമ്പനികളുടെ താൽപ്പര്യത്തിന് സമ്പൂർണ്ണമായി വഴങ്ങിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് കരുതാനാണ് ന്യായം. ഭരണകൂടത്തിന്റെ ഒത്താശയിൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി രാജ്യത്തെ എണ്ണ കമ്പനികൾ വലിയ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2011 രണ്ടാം UPA സർക്കാർ ഇന്ധനവില നിയന്ത്രണാധികാരം എണ്ണക്കമ്പനികൾക്ക് തീരെഴുതിയതോടെയാണ് രാജ്യത്ത് പച്ചയായ എണ്ണക്കൊള്ളയുടെ ആരംഭമെന്ന് പറയാം. ആഗോള വിപണിയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ വിലയിൽ പ്രതിഫലിക്കുമെന്നായിരുന്നു അന്ന് മൻമോഹൻ സർക്കാർ നൽകിയ വിശദീകരണം. അഥവാ ആഗോള വിപണിയിൽ വില കൂടുമ്പോൾ ഇവിടെയും വില കൂടും, കുറയുമ്പോൾ കുറയുകയും ചെയ്യും. എന്നാൽ എണ്ണവില കുറഞ്ഞപ്പോഴൊന്നും നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക് അതിന്റെ ഗുണഫലം ലഭിച്ചില്ല. ഇന്ധനത്തിന് എക്സൈസ് നികുതിയും മറ്റും കൂട്ടി വില കുറയാതെ പിടിച്ചു നിർത്തി കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. മോദി സർക്കാരിന്റെ ആദ്യ 6 വർഷവും ആഗോള വിപണിയിൽ എണ്ണ വില കുറയുക തന്നെയായിരുന്നു. ഇക്കാലയളവിനിടയിൽ 10 തവണയാണ് കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചത്. സർക്കാരിന്റെ എണ്ണക്കൊള്ളയുടെ വലിപ്പമറിയാൻ ഒരൊറ്റ കണക്ക് മാത്രം സൂചിപ്പിക്കാം. 2013 അസംസ്കൃത എണ്ണ ബാരലിന് വില $124 ആയിരുന്നപ്പോൾ ഇന്ത്യയിൽ പെട്രോൾ വില ലിറ്ററിന് 75 രൂപയിൽ താഴെയായിരുന്നു. ഇപ്പോൾ $105 വില ചെന്ന് നിൽക്കുന്നത് 109 രൂപയിലാണ്. നികുതിയിലുണ്ടാകുന്ന സ്വാഭാവിക വളർച്ചയും രൂപ-ഡോളർ വിനിമയ വ്യത്യാസവുമെല്ലാം കണക്കാക്കിയാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ കൊള്ള ഒഴിവാക്കുകയാണെങ്കിൽ 80 രൂപയിൽ താഴെ മാത്രമായിരിക്കും എണ്ണവില. അത് ആദ്യമേ 105 രൂപയിലെത്തി നിൽക്കുന്നു എന്നറിയുമ്പോഴാണ് ഈ ഇന്ധനക്കൊള്ളയുടെ ആഘാതം നമുക്ക് ബോധ്യമാവുക. എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങൾ വില കൂട്ടിയപ്പോൾ ഇന്ത്യയിൽ അത് സംഭവിച്ചില്ല എന്നതിൻ്റെ കൂടി ഉത്തരം ഈ കണക്കുകളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. 2021 ഇത്തരം കണക്കുകൾ ചൂണ്ടിക്കാട്ടി രാജ്യത്ത് വലിയ പ്രതിഷേധം
പ്രതിഷേധമുയർന്നപ്പോഴാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ യഥാക്രമം 10ഉം 5ഉം രൂപ കുറയ്ക്കാൻ സർക്കാർ നിർബന്ധിതമായത്. പല സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി മുൻകൂട്ടി കണ്ടായിരുന്നു ആ നീക്കം. അതിനുശേഷം യുക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ എണ്ണവില $100 പോയപ്പോഴും വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ല. അപ്പോൾ ആഗോള എണ്ണ വിപണിയിലെ ചാഞ്ചാട്ടമല്ല, ഭരണകൂടവും കോർപ്പറേറ്റുകളും നടത്തുന്ന ചൂതാട്ടമാണ് എണ്ണവില നിയന്ത്രണ ഘടകമെന്ന് വ്യക്തം. അതിനെ അതിജീവിക്കാൻ പ്രതിഷേധമല്ലാതെ മറ്റു വഴിയില്ല. മാധ്യമം പോഡ്കാസ്റ്റ്.